ബ്രസീലിലെ തേർഡ് പാർട്ടി ആപ്പ് സ്റ്റോറുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ കേസ് പരിഹരിക്കാൻ ആപ്പിൾ അനുമതി നൽകും. ബ്രസീലിലെ ഐഫോണുകളിൽ റിവൽ ആപ്പ് സ്റ്റോഴ്സും ഓൾട്ടർനേറ്റീവ് പേയ്മെന്റ് ഓപ്ഷനുകളും പ്രവർത്തിക്കാൻ ആപ്പിൾ അനുവദിച്ചു എന്ന് ആരോപിച്ച് ദീർഘകാലമായി നിലനിൽക്കുന്ന ആന്റി ട്രസ്റ്റ് കേസ് പരിഹാരത്തിലേക്ക് എത്തുകയാണ്. ലാറ്റിൻ അമേരിക്കയിലെ ഡെമോക്രാറ്റൈസിംഗ് കൊമേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് കമ്പനിയായ മെർക്കാഡോ ലിബ്രയിൽ നിന്നുള്ള പരാതികളെ തുടർന്നാണ് ബ്രസീലിലെ ആന്റി ട്രസ്റ്റ് റെഗുലേറ്റർ ട്രസ്റ്റായ കെയ്ഡ് കേസെടുത്തത്. തേർഡ് പാർട്ടി ആപ്പുകൾ ആപ്പിൾ ഉപഭോക്താക്കളുടെ സ്വകാര്യതയും സാമ്പത്തിക സുരക്ഷയും അപകടത്തിലാക്കുമെന്ന വാർത്ത കമ്പനി മുമ്പ് പുറത്തുവിട്ടിരുന്നു. എന്നാൽ ആപ്പിൾ 105 ദിവസത്തിനുള്ളിൽ നടപടിയെടുക്കണമെന്നും അല്ലെങ്കിൽ പിഴ നേരിടേണ്ടി വരുമെന്നും കെയ്ഡ് വ്യക്തമാക്കിയിരുന്നു. ആപ്പിൾ എന്ന ടെക് ഭീമന്റെ iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ കമ്പനിയുടേതല്ലാത്ത മറ്റ് ആപ്പ് സ്റ്റോറുകൾക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി നൽകണമെന്ന ബ്രസീലിലെ ആന്റി ട്രസ്റ്റ് റെഗുലേറ്ററായ കെയ്ഡുമായി 3 വർഷമായി നീണ്ടു നിൽക്കുന്ന കേസ് പരിഹരിക്കാനാണ് ഇപ്പോൾ ഇരു കക്ഷികളും മുൻകൈയെടുത്തിരിക്കുന്നത്. കെയ്ഡിനകത്ത് രൂപീകരിച്ച ഇന്റേണൽ പാനലിലെ ഭൂരിപക്ഷം ആളുകളും ആപ്പിളിന്റെ എഗ്രിമെന്റ് പ്രപ്പോസൽ അംഗീകരിച്ചതായി കെയ്ഡ് അറിയിച്ചു. ഈ കരാർ പ്രകാരം ആപ്പിളിന്റെ ഔദ്യോഗിക ആപ്പുകൾക്ക് പുറമെ തേർഡ് പാർട്ടി ആപ്പുകൾക്കും തങ്ങളുടെ സിസ്റ്റത്തിൽ പ്രവർത്തിക്കാൻ കമ്പനി അനുവാദം നൽകിയിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം പേയ്മെന്റുകൾ നടത്തുന്നതിനായി എക്സ്റ്റേണൽ വെബ്സൈറ്റുകൾക്കും അനുവാദം നൽകണമെന്ന കരാർ ആപ്പിൾ അംഗീകരിക്കും. കെയ്ഡിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനായി ആവശ്യമായ മാറ്റങ്ങൾ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറിൽ വരുത്തുമെന്നും ആപ്പിൾ ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചു. എന്നാൽ ഈ മാറ്റങ്ങൾ തങ്ങളുടെ ഉപഭോക്താക്കളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനും സാമ്പത്തികമായ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഒരു വെല്ലുവിളിയാകുമോ എന്ന ആശങ്കയും കമ്പനി പങ്കുവെക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ആപ്പിളിൽ പ്രവർത്തനക്ഷമമാകുന്നതോടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ത്രെട്ടുകൾ പരിഹരിക്കുന്നതിനായി കമ്പനി നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അത് എല്ലാ സൈബർ ഭീഷണികൾക്കും ഒരു പരിഹാരമാകില്ല എന്നും കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനി പറഞ്ഞു വെക്കുന്നു. ഉറുഗ്വേ ആസ്ഥാനമായുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ മെർക്കാഡോ ലിബർ 2022 ആപ്പുകൾ വഴിയുള്ള ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിലും വാങ്ങലുകളിലും ആപ്പിൾ കൈക്കൊള്ളുന്ന നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച പരാതിയെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് 2024 ആപ്പിളിനെ ലക്ഷ്യം വെച്ചുള്ള കെയ്ഡിന്റെ പ്രതിരോധ നടപടികൾ ആരംഭിച്ചു. ഈ വർഷം ആദ്യം കെയ്ഡിന്റെ ടെക്നിക്കൽ ബോഡി ഈ US കമ്പനിക്കെതിരെ നിയമ നടപടി ശുപാർശ ചെയ്യുകയും അന്തിമ തീരുമാനത്തിനായി കേസ് റെഗുലേറ്ററുടെ ഇന്റേണൽ പാനലിലേക്ക് അയക്കുകയും ചെയ്തു. ലാറ്റിൻ അമേരിക്കയിൽ ഉടനീളം പ്രവർത്തിക്കുന്ന മെർക്കഡോ ലിബ്രെ ബ്രസീലിലെ iOSന്റെയും ആപ്പ് സ്റ്റോർ സേവനത്തിന്റെയും കോമ്പറ്റീറ്റീവ് ചലഞ്ചസ് നേരിടുന്നതിനായി കെയ്ഡ് നടത്തിയ ശ്രമങ്ങളെ അംഗീകരിക്കുന്നതായി അറിയിച്ചു. എന്നാൽ നിലവിലെ കരാർ കൂടുതൽ സന്തുലിതമായ നിയമങ്ങളുടെ ആവശ്യകതകൾ ഭാഗികമായി മാത്രമേ അഭിസംബോധന ചെയ്യുന്നുള്ളൂ എന്നും കൂട്ടിച്ചേർത്തു. ആപ്പ് ഡെവലപ്പർമാർക്ക് പുതിയ നിബന്ധനകൾ നിർബന്ധമാകുന്നതുവരെ, അതായത് ഏകദേശം 3 വർഷത്തോളം കെയ്ഡും ആപ്പിളും തമ്മിലുള്ള ഈ കരാർ നീണ്ടു നിൽക്കും. ഇരുവരും പരസ്പരം സംബന്ധിച്ച മാറ്റങ്ങൾ നടപ്പിലാക്കാൻ ആപ്പിളിന് 105 ദിവസമുണ്ടെന്ന് ആന്റി ട്രസ്റ്റ് ബോഡി കൂട്ടിച്ചേർത്തു. കരാർ ലംഘിച്ചാൽ ആപ്പിളിന് $180 മില്യൺ, അതായത് ഏകദേശം $27.09 മില്യൺ വരെ നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നും കെയ്ഡ് വ്യക്തമാക്കി. ഇതിനോടൊപ്പം 2024 കെയ്ഡിന്റെ പ്രതിരോധ നടപടികൾക്കെതിരെ ആപ്പിൾ ഫയൽ ചെയ്ത ജുഡീഷ്യൽ പരാതി അവസാനിപ്പിക്കാൻ കമ്പനി സമ്മതിച്ചതായും കെയ്ഡ് അറിയിക്കുന്നു. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.